പശുവിറച്ചി വിറ്റെന്നാരോപിച്ച് ഗോരക്ഷാ സേനാ പ്രവർത്തകരെ തല്ലിച്ചതച്ച ചമൻകുമാർ ഡൽഹി നഗരം വിട്ടു. അക്രമികൾക്കെതിരെ കേസെടുക്കാതെ കടക്കാരനെ പോലീസ് കസ്റ്റഡിയെടുത്തതാണ് പ്രശ്നം വഷളാക്കിയത്. ബീഫ് തേടി മലയാളി വിദ്യാർത്ഥികളുടെ താമസ സ്ഥലത്തേക്ക് ഗോരക്ഷാ സേന എത്തുമെന്ന ആശങ്കയുമുണ്ട്. ഈ കടയ്ക്ക് ഇരട്ടപ്പൂട്ട് വീണത് കഴിഞ്ഞ ആഴ്ചയാണ്. വിദ്യാർത്ഥികളടക്കം ആശ്രയിച്ചിരുന്ന പലചരക്ക് കടയിൽ പശുവിറച്ചി വിൽക്കുന്നതായി ആരോപിച്ച് ഗോരക്ഷസേന കുറുവടികളുമായി എത്തിയതോടെയാണ് സമാധാനം നശിച്ചത്. പോത്തിറച്ചിയുടെ അച്ചാർ പശുവിറച്ചിയാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. കടക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് വിദ്യാർത്ഥികൾ തടഞ്ഞു. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ ബീഹാർ സ്വദേശിനി സിമ്രാൻ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പ്രതിരോധം സൃഷ്ടിച്ചു. നിയമം കയ്യിലെടുക്കരുതെന്നും പോലീസിനെ വിളിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. The allegation was that he was selling cow meat in the shop. We were telling them not to do it, and we told them that if you have a problem, you can let police handle it. You don't have to take the law in your own hands. That was our reasoning. കടയ്ക്ക് മുന്നിലെ റോഡിൽ ബെഡ്ഷീറ്റ് വിരിച്ചിരുന്ന് ഗോരക്ഷാ പ്രവർത്തകർ മുദ്രാവാക്യം തുടങ്ങി. Bedsheets on the road because they planned to sit there. They dragged the shopkeeper outside and they made him sit there, and they all surrounded him and thrashed him. So it was an orchestrated event. They all had planned it. It was not a spontaneous thing. പ്രതിഷേധത്തിനിടയിൽ മലയാളി വിദ്യാർത്ഥിയുടെ കയ്യിലെ സഞ്ചി പരിശോധിക്കണം എന്നായി ഗോരക്ഷസേന. പശുവിറച്ചിയാണോ എന്നായിരുന്നു അവരുടെ സംശയം. ഒടുവിൽ മറ്റു വിദ്യാർത്ഥികൾ പരിശോധന തടഞ്ഞു. പശു ആംബുലൻസുമായിട്ടാണ് ഗോരക്ഷസേന എത്തിയിരുന്നത്. ആംബുലൻസിനുള്ളിൽ പശുവിറച്ചിയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു. അതൊക്കെ നടക്കുമ്പോൾ അവിടെ ഫോറൻസിക് ടീമൊക്കെ പരിശോധനയ്ക്ക് എത്തുന്ന പോലെ അതേപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്തോ വലിയ കാര്യം പരിശോധിക്കാമെന്ന് പറയുന്ന പോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഗോ സംരക്ഷണം എന്ന് പറയുന്നത് പച്ചയായ അല്ലെങ്കിൽ ഒരു സത്യമില്ലാത്തതാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. പശുക്കളൊന്നും ഒരു സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ നേരായ ആഹാരം പോലും കിട്ടാതെ ഭക്ഷണം പോലും കിട്ടാതെ നടക്കുന്നേക്കാം. അപ്പോൾ ഇവർക്ക് ഇതിനെല്ലാം പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കാരണം മാത്രമാണ്. കടക്കാരനായ ചമൻകുമാറും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം ഒടുവിൽ നാട് വിട്ടു. കഴിഞ്ഞ ദിവസം നേരം പുലരുന്നതിന് മുമ്പേ എത്തി വീട്ടു സാധനങ്ങളും എടുത്ത് സ്ഥലം വിടുകയായിരുന്നു. മർദ്ദനത്തിന്റെ ആഘാതം ചമൻകുമാറിനേക്കാൾ അദ്ദേഹത്തിന്റെ മക്കളെയാണ് ബാധിച്ചിരിക്കുന്നത്. സ്വസ്ഥമായ ജീവിതത്തിനിടങ്കോലിടുന്ന ഈ അക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഗോരക്ഷകരെന്ന പേരിലെത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ച് തോൽപ്പിക്കാമെന്നാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ വിശ്വാസം. മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് മാംസം വിൽക്കുന്ന കട തേടി ഗോരക്ഷസേന എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മലയാളികളെ കൂടിയാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.